ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് കറൻ്റ്ലി കോൺടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലുള്ള ഒരു പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Ten of Coins, Four of Cups, Nine of Coins, Three of Coins, Nine of Wands, Knight of Wands, Eight of Swords, Emperor, Five of Wands, Two of Coins, Six of Coins, Queen of Wands, Seven of Swords, Page of Cups. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പേഴ്സൻ്റെ എനർജിയിൽ എടുത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകുന്നതിന് തടസ്സമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അവരുടെ ലൈഫിലായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആരുടെയൊക്കെ ഒരു സാന്നിധ്യം. മാത്രമല്ല ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു തടസ്സമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നിലേക്ക് വരാനായിട്ട് മാത്രം കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതായത് ഇപ്പോൾ പല റിലേഷൻഷിപ്പിലും പല തടസ്സങ്ങൾ ഉണ്ടാവാം, പല കാര്യങ്ങൾ എതിർപ്പായിട്ട് മുന്നിലുണ്ടാവാം. പക്ഷെ ചിലവരതൊന്നും വലിയൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ഓവർകം ചെയ്ത് പോകാറുണ്ട്, ചിലവർക്ക് അത് കഴിയാറില്ല. ഈ പേഴ്സൺ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലായിരിക്കണം. അതായത് ഇതിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് എല്ലാം ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് വരാനുള്ള ഒരു കപ്പാസിറ്റി നിലവിലില്ലാത്ത ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നീണ്ടു പോകുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയായിരിക്കാം. കാരണം ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും ഈ പേഴ്സൺ ഉപദേശിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം. പല കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ സുഹൃത്തുക്കൾ വരെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കാറുണ്ട്. അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എനർജീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതായത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിൽ താല്പര്യമില്ലാത്ത ആരുടെയൊക്കെയോ സാന്നിധ്യമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത്. അപ്പോൾ ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ ഒരു പ്രഷർ വരുമ്പോഴത്തേക്കും ചിലർക്കൊന്നും അത് ഓവർകം ചെയ്യാനേ സാധിക്കണം എന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ കൂടുതലായിട്ടും അതൊരു ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തിയോ ആയിരിക്കണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് സപ്പോർട്ടായിട്ട് വേറെ പലരും ഉണ്ടാവാം, ആ ഒരു പേഴ്സണെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വേറെ പലരും ഉണ്ടാവാം. എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നുള്ളൊരു തടസ്സം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത തരത്തിൽ മാറ്റിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് വരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആ ഒരു എനർജി നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അല്ലെങ്കിൽ ഒരു സൈഡ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി അല്ലാത്ത ഒരു രീതിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു ഹാപ്പിനെസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആണെന്നോ ഇൻഡിപെൻഡൻ്റ് ആണെന്നോ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിലല്ല അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മാനസികാവസ്ഥ ശരിക്കും അങ്ങനെയല്ല. ഒരു തൃപ്തിക്കുറവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നഷ്ടബോധം, വിഷമമൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പേഴ്സണാണ്. പക്ഷെ അതൊന്നും അവർ കാണിക്കാതെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ മറ്റാരുടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഉപദേശമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു വാണിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ക്രോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ഒരു മുറിവേൽക്കുമോ എന്നുള്ളൊരു ഭയം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് കൊണ്ടാണ്. അതായത് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു കണക്ഷൻ വിട്ടുപോയിട്ടില്ല. അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ മുന്നിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു താല്പര്യം തോന്നുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ എൻ്റെ ആഗ്രഹമാണ് വലുത് എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോഴും അവരവിടെ സ്റ്റക്കായി പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ആ ഒരു പേഴ്സണോടെ ആഗ്രഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും അതവിടെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടുന്ന ഒരവസ്ഥയാണ്. ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ മാനസികമായിട്ടും ആ വ്യക്തിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു കറേജ് വേണം, അല്ലെങ്കിൽ നമുക്ക് തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്കത് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. അതില്ലാതെ നമ്മൾ തന്നെ ആദ്യമേ ഒരു സ്വയം തടസ്സം സൃഷ്ടിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ഓർത്ത് ഭയപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ഭയപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആക്ഷൻ എടുക്കാൻ തന്നെ പേടിയാണ്. കാരണം ചിന്തിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത് ആ ഒരു തരത്തിലാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു എനർജി നമുക്ക് ഇവരിൽ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ വ്യക്തികൾക്കും ഫാമിലിയോ അല്ലെങ്കിൽ അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഏതോ വ്യക്തിയിൽ നിന്നുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു കർശനമായിട്ടുള്ള അവരുടെ നിലപാടാണ് നിങ്ങളുടെ വ്യക്തിയെ പുറകിലേക്ക് വലിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹത്തിനകത്ത് മുന്നോട്ട് വരാൻ കഴിയാത്തത് തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാം. അവർ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ പേടിക്കുന്നുണ്ട്. അതൊരു ഫൈറ്റിങ്ങിൽ കലാശിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹേർട്ട് ആവുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുമോ. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് പിണക്കേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടൊരു ആശങ്കയിലൂടെ പോകുന്ന ഒരു മാനസികാവസ്ഥ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു കാര്യം ഈ വ്യക്തിയെ പിന്നിലേക്ക് വലിക്കുന്നു. അവരുടെ സ്വന്തം ആഗ്രഹം താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. മെയിനായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു ഫിയർ എലമെൻറ്റ് അവിടെ ഇവിടെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് പല കാർഡ്സിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമേ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ വളരെ ബോൾഡാണ്, എൻ്റെ ലൈഫ് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ പോലും ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ഉള്ളിൽ മറ്റൊരാൾക്ക് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജീനെ അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അവർ ഇപ്പോൾ നിങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് കാര്യം വേണം എങ്ങനെ അത് നിലനിർത്തണം എന്നുള്ള ഒരു ഐഡിയ പോലും ആ ഒരു പേഴ്സണ് കിട്ടുന്നില്ല. പക്ഷെ ഒരു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവരുടെയും കൂടി ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കറേജ് ഇല്ല, അവർക്കൊരു ഭയമാണ്. മൊത്തത്തിലൊരു ഹൈഡിങ് എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ്. ആരെയൊക്കെ ഭയപ്പെടുന്നു, വഴക്കുണ്ടാവുമോ എന്നുള്ള പേടി വരുന്നു, ഇനി ഹേർട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി വരുന്നു. അപ്പോൾ അതിനേക്കാളും ഒക്കെ ഭേദം നമ്മളിപ്പോൾ ഒരു സേഫ് സോണിൽ ഇരിക്കുകയാണ്, അപ്പോൾ അത് തന്നെയാണ് ബെറ്റർ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുമായിട്ട് ഒരു ഇൻറ്റിമസിയിലേക്ക് വരണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ അതേസമയം അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ഭയമാണ്. ഞാൻ ഇങ്ങനെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്ന ഭവിഷ്യത്തുകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലിയുടെ ഒപ്പം
അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിൽ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അതുപോലെയുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം, പല ഭാഗത്തു നിന്നുള്ള പ്രഷർ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവരുടെ ഒരു തടസ്സം നേരിടുന്നതിനോടൊപ്പം തന്നെ ഫ്രണ്ട്സും അങ്ങനെയുള്ള ആൾക്കാരും ചിലപ്പോൾ ഫാമിലിക്കായിരിക്കാം സപ്പോർട്ട് കൊടുക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണ്ട, ഇവർ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടായെന്ന് വരാം. അതായത് ആ ഒരു തേർഡ് പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് വേറെയും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ധൈര്യക്കുറവുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ പേടിച്ചിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു കറേജ് കുറവായിരിക്കും. ഒരുപാട് പേരുടെ ഒരു പ്രഷർ പല ഭാഗത്തു നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിലവിലുള്ളൊരു എനർജി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചില ഇമോഷൻസ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം കാണാം. അതായത് രഹസ്യമായിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തീവ്രമായിട്ടുള്ളൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ആക്ഷൻ എടുക്കാനും തോന്നുന്നുണ്ട്. അത് പക്ഷേ ലൗഡായിട്ടല്ല, ഈ പറഞ്ഞതുപോലെ ഒരു രഹസ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലൊരു കോൺടാക്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എങ്ങനെയുള്ള ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ അത് രഹസ്യമായിട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു നോ കോൺടാക്റ്റ് ബ്രേക്ക് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റിമസിയിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് രഹസ്യമായിട്ട് മറ്റാരും അറിയാതെ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ സമീപിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നോ കോൺടാക്റ്റിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ചിലവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തേർഡ് പാർട്ടിയാണ് എതിരെ നിൽക്കുന്നതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് എന്നിലേക്ക് വന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും ലൗഡായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് തേർഡ് പാർട്ടിയെ പേടിയാണ്, അല്ലെങ്കിൽ ഒരു ഒരു പല കാര്യങ്ങളെ പേടിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങളൊട്ട് വിട്ട് കളയാനായിട്ട് അവരുടെ മനസ്സ് സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയും ഇല്ലാത്തൊരു രീതിയിൽ ആ ഒരു പേഴ്സണ് ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്ന. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ രഹസ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള ചിന്ത തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി പേഴ്സൻ്റെ മൈൻഡ് വോയിസ് എന്താണെന്നുള്ളത് കൂടി ഒന്ന് എടുത്ത് നോക്കാം. Guilty, replaceable, time, unfinished business, hope, confusion, mistakes and escape. ഇവിടെ നമുക്ക് നേരത്തെ സ്പ്രെഡിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ കാണാം. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞാണ് ആ ഒരു പേഴ്സൺ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്ക് എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് നിങ്ങളും വേണം, തേർഡ് പാർട്ടീനെയും പേടിയാണ്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. ഭയങ്കരമായിട്ടുള്ള അവരുടെ ചിന്തകളിൽ പോലും അവർ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു കൺഫ്യൂഷൻ എന്നുള്ളൊരു എനർജി. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ പറഞ്ഞ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്ന് അവർ നിങ്ങളോട് പറയാതെ പറയുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവർക്കുണ്ടാകുന്ന ആ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ആ ഒരു വിഷമം, സങ്കടം, അതെല്ലാം നമുക്കിവിടെ തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എസ്കേപ്പ് എനർജിയാണ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അതായത് കാര്യങ്ങൾ മുറുകിയപ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സമയത്ത് മാറിക്കളഞ്ഞ വ്യക്തിയാണ്. അതിനുള്ളൊരു ഗഡ്സ് ഇല്ലാതെ അവർ മാറിപ്പോയി. ഒരു ആക്ഷൻ എടുക്കേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ട് അവർ നിന്നിട്ടില്ല. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഭയന്നിട്ടായിരിക്കാം. അപ്പോഴൊക്കെ അവർ ഒരു പിടി കൊടുക്കാതെ മാറിപ്പോയി സ്വന്തം കാര്യം നോക്കിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഗിൽറ്റൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് തന്നെ അതിനുള്ളൊരു കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല എന്നുള്ളിൽ തിരിച്ചറിവുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇർറീപ്ലേസബിൾ എനർജി കാണാം. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്.
അപ്പോൾ നിങ്ങൾ എന്താണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ ഒരു റോൾ എന്താണോ അതൊരിക്കലും മറ്റൊരാൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒരാളും അതിന് പകരമാവില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡിലാണെന്നുണ്ടെങ്കിലും പറഞ്ഞൊരു സംഗതിയാണ്, അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു തൃപ്തി കുറവുണ്ട്, അല്ലെങ്കിൽ അതിലൊന്നും അവർക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. സെയിം അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ടൈം എന്നുള്ള എനർജി കാണാം. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ വൈകിപ്പോയോ, സമയം കഴിഞ്ഞു പോയോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. ഇവർക്കുള്ളൊരു മെയിനായിട്ട് അവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവരുടെ ഒരു ധൈര്യക്കുറവാണ്. ആക്ഷനൊക്കെ എടുക്കാനുള്ളൊരു ഭയമുണ്ട്. അത്രയും ഒരു പുറമേ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ ബീരുത്വമുള്ളൊരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അതും നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പോലും ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഹോപ്പ്, അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആകുലതകളുണ്ട്, അവർ ചെയ്ത് തെറ്ററിയാം, അല്ലെങ്കിൽ ഇനി ആക്ഷൻ എടുക്കാൻ പോലും ഇതിനകത്ത് വൈകിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കാണുന്ന പോലെ ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അവർ പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് അത് വിട്ട് കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷ കൈമോശം വന്നിട്ടില്ല. കാര്യങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അതെ, അവരുടെ ഒരു തെറ്റ് അവർ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് 2-3 ഇടത്തായിട്ട് കാണാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേഴ്സൺ വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവരുടെ ഒരു പോരായ്മ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പോരായ്മ കൊണ്ടാണ് ഈ സ്ഥിതിയിലെത്തിയത് എന്നൊക്കെ സ്വന്തമായിട്ട് തന്നെ നല്ല ഒരു അറിവുള്ള ഒരു വ്യക്തിയാണ്. അവരാണ് ഇതിനകത്ത് മെയിനായിട്ട് അവരുടെ ഒരു ധൈര്യമില്ലായ്മ തന്നെയാണ് പ്രശ്നം എന്നുള്ളത്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് എന്നുള്ളതാണ്. അവരുടെ ആ ഒരു തെറ്റ് തിരുത്താനായിട്ട് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല, ചിലപ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്കായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ദുർബലത ഉള്ളിലുള്ളൊരു വ്യക്തിയാണ്. മെയിലായാലും ഫീമെയിൽ ആയാലും ആക്ഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ഭയം വെച്ച് പുലർത്തുന്ന അങ്ങനെയൊക്കെയുള്ളൊരു പേഴ്സണാണ്. ഒരു ഭീരുത്വം ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ചിലർക്കത് ഓൾറെഡി അറിയാമായിരിക്കാം, എൻ്റെ പേഴ്സണിൻ്റെ സ്വഭാവം ഈ ഒരു തരത്തിലാണ്, അവർക്ക് അത്രയും വലിയൊരു ചങ്കൂറ്റം എന്നുള്ളൊരു വ്യക്തിയല്ല എന്നുള്ളത്. ചിലവരങ്ങനെയല്ല, എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എനിക്ക് വേണ്ടിയിട്ട് അവർക്കത് മാറ്റിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.